ഇന്ന് നല്ലൊരു പനീർ മസാല ദോശ ഉണ്ടാക്കി കഴിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു ഞാൻ ഈ പനീർ മസാല തയ്യാറാക്കിയത്. പക്ഷേ ഇത് ഉണ്ടാക്കിയ ഉടൻ തന്നെ ഡസ്റ്റ്ബിന്നിലേക്ക് കളയേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ല. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷിലേക്ക് സ്വാഗതം. പനീർ മസാല ദോശ ഉണ്ടാക്കാനായി ഒരു വലിയ ബൗൾ നിറയെ പനീർ എടുത്തിട്ടുണ്ട്. ഇത് ഐസ് പിടിച്ചിരിക്കുന്നതായതുകൊണ്ട് നന്നായി ഒന്ന് കഴുകി പനീർ നല്ല സോഫ്റ്റ് ആയി കിട്ടാനായി നല്ല ചൂടുവെള്ളം കുറച്ച് നേരം ഇതിൽ ഒഴിച്ചു വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയി വരും. ആ വെള്ളമെല്ലാം കളഞ്ഞെടുത്താണിത്. ഇനി ഈ പനീറെല്ലാം നന്നായി പൊടിച്ചെടുക്കാം. കൈകൊണ്ട് ഇതുപോലെ ഞെരടി പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. കൈകൊണ്ട് പെട്ടെന്ന് തന്നെ ഞെരടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം ഇതിലേക്ക് 2 മീഡിയം സൈസ് വലുപ്പമുള്ള സവോള ചെറുതായി കട്ട് ചെയ്തതൂടെ ചേർക്കാം. സവോള ഒന്ന് ചെറുതായി വഴണ്ടി വരുമ്പം ഇതിലേക്ക് 3/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇത് പിള്ളേർക്ക് കൂടെ കഴിക്കേണ്ടതായോണ്ട് മസാലപ്പൊടികളൊക്കെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതുമല്ല, പനീർ മസാല ദോശയുടെ ഒപ്പം കഴിക്കാനായി ചട്നിയും സാമ്പാറും ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഗ്രേറ്റ് ചെയ്തതൂടെ ചേർക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പനീറൂടെ ഇതിൽ ചേർക്കാം. ഇനി ഈ മസാലയൊക്കെ പനീറിൽ നന്നായിട്ട് മിക്സ് ആകുന്ന പോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം മസാലയെല്ലാം പനീറിൽ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഇതിലെ വെള്ളമയമൊക്കെ പോകുന്നവരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ദോശയ്ക്കുള്ളിൽ വെക്കാനുള്ള പനീർ മസാലയുടെ റെഡിയായി. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു അരുചി തോന്നുന്നുണ്ട്. ഒരു ചെറിയ കയ്പും പുളിപ്പും ഒക്കെ ഉള്ള പോലെ. പിന്നെ സംശയം തീർക്കാനായി ഞാൻ കുറച്ചുകൂടെ കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് പനീറിന്റെ കുഴപ്പം തന്നെയാണെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പനീറിന്റെ കവർ എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെന്ന്. ഇനി ഇതിപ്പോൾ എന്ത് ചെയ്യാനാ, കളഞ്ഞല്ലേ നിവൃത്തിയുള്ളൂ. ഇതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുന്നതിന് മുമ്പായി ഇതിന്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം തുടങ്ങാൻ. പനീർ മസാലയുടെ പനീറൊക്കെ എടുത്ത് ഡസ്റ്റ്ബിന്നിൽ കളഞ്ഞു. ഇനി നെയ് റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം. നേരത്തെ തന്നെ ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിക്കാം. ഇതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.